ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ എനർജെക്സിൻ്റെ ആക്ഷൻ പ്ലാനിൽ അതോറിറ്റി കണ്ടൻറ്റിൽ 13ാമത്തെ മൊഡ്യൂളിലാണ് കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിങ്ങും ക്വാളിറ്റി കൺട്രോൾ അഥവാ ബാച്ചിങ്ങും ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം ടെസ്റ്റിങ്ങിനും ബാച്ചിങ്ങിനും ഉള്ളത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നമ്മൾ പറയും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ്, അതുപോലെ തന്നെ നല്ല ഫ്രാഗ്രൻസ്, അതുപോലെ തന്നെ നല്ലൊരു ലേബലിങ്, അതുപോലെ നല്ലൊരു എന്താ പറയുക നല്ലൊരു മാർക്കറ്റിങ്, അതുപോലെ തന്നെ നല്ലൊരു മാർക്കറ്റിങ്, അതുപോലെ നല്ലൊരു ലേബലിങ്, അതുപോലെ തന്നെ നല്ലൊരു പാക്കേജിങ് എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്വാളിറ്റിയാണ്. ക്വാളിറ്റി പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാൽ അതിന് പിന്നെ നമുക്ക് കൂടുതലൊന്നും നമുക്കതിന് ചിന്തിക്കേണ്ടി വരില്ല. നമ്മളുടെ ഉണ്ടാക്കുന്ന ക്വാളിറ്റി എത്രയാണ് അത് നമ്മൾ എഴുതി രേഖപ്പെടുത്തി വെക്കുക തന്നെ വേണം. അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും ക്വാളിറ്റി മനസ്സിലാക്കുക. അപ്പോൾ എത്രാമത്തെ ബാച്ചിലാണ് ഇത് ഉണ്ടാക്കിയത്, അതിൻ്റെ ക്വാളിറ്റി എത്രയാണ്, അതിൽ ഓരോ മെഷർമെൻറ്റും എത്രത്തോളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. കസ്റ്റമർ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ആദ്യം നമ്മൾ ചിലപ്പോൾ ഇനി പരസ്യത്തിലൂടെയോ അതല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിലൂടെയോ ഇൻസ്റ്റഗ്രാം കണ്ടൻറ്റിലൂടെയോ ഒക്കെ ആയിക്കും. പക്ഷെ രണ്ടാമതും വേണമെങ്കിൽ പ്രോഡക്റ്റിക്ക് ക്വാളിറ്റി വേണം. അത് തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വളർച്ചയും. ഗുഡ് പ്രോഡക്റ്റ്, അതുപോലെ തന്നെ ഗുഡ് ക്വാളിറ്റി, ഗുഡ് പർച്ചേസ്, അതുപോലെ തന്നെ റിപ്പീറ്റ് പർച്ചേസ്, ഗ്രോത്ത് മാർക്കറ്റ്, ഇങ്ങനെയാണ് നമ്മുടെ ബിസിനസ് വളരുക. ക്വാളിറ്റി പ്രോഡക്റ്റിലൂടെ നമുക്ക് നമ്മുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ നാച്ചുറലാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആൾക്കാർക്ക് അതുകൊണ്ടുള്ള ക്വാളിറ്റി കിട്ടാഞ്ഞാൽ നമ്മളുടെ നാച്ചുറലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടുള്ള ക്വാളിറ്റിയും കൂടി കിട്ടുമ്പോഴാണ് നമ്മുടെ നാച്ചുറല എന്ന് നമ്മൾ പറഞ്ഞാലും ആൾക്കാർ അത് അംഗീകരിക്കുള്ളൂ. നമ്മൾ ടെസ്റ്റിങ് എന്നുകൊണ്ടൊക്കെ അർത്ഥമാക്കണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ കൺട്രോളുകളും ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഓരോ കൺട്രോളുകളുണ്ടാവും, റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് അനുസരിച്ചിട്ടാണോ നമ്മൾ ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ ഈ ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൽ pH ക്ലിയർ ആണോ, അതിൻ്റെ നിറത്തിന് വ്യത്യാസമുണ്ടോ, മണത്തിന് വ്യത്യാസമുണ്ടോ, അതുപോലെ തന്നെ അതിന് ഷെൽഫ് ലൈഫ് ഉണ്ടോ, ഇതെല്ലാമാണ് കേട്ടോ നമ്മൾ ടെസ്റ്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി കൺട്രോള്, ബാച്ചിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റത്തിൽ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ തുടങ്ങുന്ന അവസാനം വരെ നമ്മളിത് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ക്വാളിറ്റി കൺട്രോൾ അഥവാ ബാച്ച് ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ഇതാണ്. നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുന്നത് മുതൽ കസ്റ്റമറുടെ അടുത്ത് ആ പ്രോഡക്റ്റ് എത്തി കസ്റ്റമർക്കത് നല്ല നിലയിൽ ഉപയോഗിക്കാൻ കിട്ടി എന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ടെസ്റ്റിങ്ങിലും അതുപോലത്തെ ക്വാളിറ്റി പ്രോഡക്റ്റ് എന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ റോ മെറ്റീരിയൽ സെലക്ഷൻ ചെയ്യുക, അതുപോലെ തന്നെ പാക്കേജിങ്, അതുപോലെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ പാകാക്കണ രീതി, കറക്റ്റ് ഫോർമുലേഷൻ, മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്തുള്ള വൃത്തി, ബാച്ച് റെക്കോർഡിങ്, ഫൈനൽ ഇൻസ്പെക്ഷൻ, ഇതൊക്കെ ഇതിൽ പെടുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പറയും നാച്ചുറലാണെങ്കിൽ അതിന് ടെസ്റ്റിംഗ് ഒന്നും ആവശ്യമില്ല എന്നൊക്കെ. പക്ഷേ അതൊന്നും ഒരിക്കലും അങ്ങനെയല്ല. നാച്ചുറലാണെങ്കിലും അതിന് ടെസ്റ്റിംഗ് അത്യാവശ്യമാണ്. പല ബിഗിനേഴ്സൊക്കെ പറയാറുണ്ട് എന്തെന്ന് വെച്ചാൽ ഞാൻ ഹെർബൽ പ്രോഡക്റ്റുകളാണ്, നാച്ചുറൽ പ്രോഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്, എനിക്ക് ടെസ്റ്റിങ്ങിൻ്റെയും ബാച്ച് നമ്പറിൻ്റെയൊന്നും ആവശ്യമില്ല. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. അത് ടെസ്റ്റ് നമ്പർ ബാച്ച് നമ്പറും ടെസ്റ്റിങ്ങും ഒക്കെ എപ്പോഴും അത്യാവശ്യമാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയാലും അതിൽ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ വന്ന് അതൊക്കെ കേടാകാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ബാച്ച് ടെസ്റ്റും അതുപോലെ തന്നെ ക്വാളിറ്റി ടെസ്റ്റും ഒക്കെ നടത്തുക. നമ്മൾ ഹെർബലായാലും ഏതൊരു പ്രോഡക്റ്റ് ആയാലും അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തണമെങ്കിൽ ബാച്ച് ടെസ്റ്റും ടെസ്റ്റിങ്ങും ഒക്കെ എപ്പോഴും നമുക്ക് അത്യാവശ്യം തന്നെയാണ്.
അപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ എവിടെ നിന്നാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തെത്തിയിട്ട് നമ്മൾ എത്ര ഹൈജിലാണ് അത് സൂക്ഷിക്കുന്നത്, അതിൻ്റെ ടെമ്പറേച്ചറിങ്, അതുപോലെ തന്നെ സൺലൈറ്റ് തട്ടണം, അതുപോലെ തന്നെ അത് ഡ്രൈ ആകുന്നുണ്ടോ, അതുപോലെ തന്നെ അതിന് ഈർപ്പത്തിൻ്റെ അംശം അതിലെന്തെങ്കിലും എത്താൻ സാധ്യത ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ. അതാണ് ഈ ടെസ്റ്റിങ്, അതുപോലെ ലേബലിങ്, അതുപോലെ തന്നെ പിന്നെ ബാച്ച് എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു പൗഡർ, ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റിൻ്റെ പൗഡർ വാങ്ങാൻ നോട്ടിക്കൂടി, അതിൻ്റെ നാച്ചുറലായ വാസന അതിനുണ്ടോ, കളറുണ്ടോ എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവും. അപ്പം അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായ രീതിയിലുള്ള ബാക്ടീരിയകളോ ഫംഗസുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ബാച്ച് ടെസ്റ്റും അതുപോലെ ടെസ്റ്റിങ്ങൊക്കെ നടത്തേണ്ടതുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൽ ഷാമ്പു, അതുപോലെ ഫേസ് വാഷ്, ക്രീം, ജെല്ല്, ഇതിലൊക്കെ നമുക്ക് ടെസ്റ്റിങ് നിർബന്ധമാണ് കേട്ടോ. എന്താ വെച്ചാൽ അതൊക്കെ കുറേശ്ശെ വാട്ടർ കണ്ടൻറ്റുമായിട്ട് യോജിക്കണ ഒരു പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അതിലൊക്കെ എപ്പോഴും ബാക്ടീരിയയും ഫംഗസും വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും ടെസ്റ്റിങ് നടത്തി, പിന്നെ അതുപോലെ തന്നെ ബാച്ച് ടെസ്റ്റിങ്ങും ഒക്കെ നടത്തിയിട്ട് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇതിലൊക്കെ ഈ സംഗതിയിലൊക്കെ ഫേസ് വാഷിൽ, ക്രീമിൽ, ഷാമ്പൂവിൽ, ജെല്ലിലൊക്കെ നമുക്ക് pH ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ പിന്നെ ടെസ്റ്റിങ് നടത്താൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് pH ഒക്കെ അലോവേര ജെല്ലിനൊക്കെ 5-5.5ഒക്കെയാണ് കേട്ടോ നമ്മൾ പിന്നെ pH എടുക്കൽ. അപ്പോൾ ആ റേഞ്ചിൽ നമുക്ക് ആ ഫേസ് വാഷ്, അതുപോലെ ഷാമ്പൂ ഒക്കെ, ഷാമ്പൂ കുറച്ച് കൂടിയാലും ഒരു 6 ആയാലും കുഴപ്പമില്ല, മറ്റൊക്കെ 5-5.5 നമ്മൾ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ കാലാവധി ടെസ്റ്റിങ്, സ്റ്റെബിലിറ്റി ടെസ്റ്റിങ്ങും നമ്മൾ നടത്തണം. അതും ഈ പിന്നെ വാട്ടർ കണ്ടൻറ്റുള്ള പ്രോഡക്റ്റിലൊക്കെ അതും നിർബന്ധം തന്നെയാണ്. വാട്ടർ കണ്ടൻറ്റുള്ള പ്രോഡക്റ്റുകളിൽ മൈക്രോബയൽ ടെസ്റ്റിങ്ങും നമുക്ക് നിർബന്ധം തന്നെയാണ്. ഇതൊക്കെ ഈ ടെസ്റ്റിങ് പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി ടെസ്റ്റിൽ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ടെസ്റ്റിങ്ങളൊക്കെ നടത്തിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റോ മെറ്റീരിയൽ ചെക്ക് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യട്ടോ. നമ്മളൊരാളോട് സപ്ലയറോട് നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ആയതിന് ശേഷം നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ റോ മെറ്റീരിയൽ എപ്പോൾ വാങ്ങി, എവിടുന്ന് വാങ്ങി, ആരാണ് ഇതിൻ്റെ സപ്ലയർ, എത്ര തൂക്കം വാങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളപ്പോൾ തന്നെ പിന്നെ ഒരു അക്കൗണ്ട് ആക്കിയിട്ട് വെക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മാനുഫാക്ചറിങ് ടെസ്റ്റിംഗ് ആണ്. എപ്പോൾ അത് നിർമ്മിച്ചു, എന്തൊക്കെ ഇട്ട് നിർമ്മിച്ചു, ഏതൊക്കെ സമയത്ത് ഇതിൽ എന്തൊക്കെ ചേർത്തു എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കണം. പിന്നെ നമ്മൾ പ്രോസസ്സ് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഓരോരോ ടൈമിലും നമ്മൾ ടെസ്റ്റ് നടത്തിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ കസ്റ്റമറുടെ കയ്യിലേക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഏൽപ്പിച്ച് കസ്റ്റമർ അത് ഉപയോഗിക്കുന്ന കാലാവധി, നമ്മൾ പറഞ്ഞ കാലാവധി വരെയുള്ള സമയത്ത് അത് ഉപയോഗിക്കുന്നത് വരെയുള്ള എന്ത് പ്രശ്നത്തിലും നമ്മളായിരിക്കും അതിൻ്റെത്. അതുകൊണ്ട് തന്നെ ടെസ്റ്റിംഗ് ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ ബാച്ച് നമ്പറൊക്കെ എന്തുകൊണ്ടാട്ടോ ഇത്രയും പ്രാധാന്യമാണെന്ന് വെച്ചാൽ, ഈ ബിഗിനേഴ്സൊക്കെ ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാകും. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അതിനൊരു ബാച്ച് നമ്പർ ഇടാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബിഗിനേഴ്സ് പലരും പറയും, എന്താ പറയുകയെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ നാച്ചുറൽ പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, എനിക്ക് ബാച്ച് നമ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല, നാച്ചുറൽ പ്രൊഡക്റ്റിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അതൊക്കെ ശരിയല്ല. നാച്ചുറൽ പ്രൊഡക്റ്റ് ആയാലും ഏതൊരു പ്രൊഡക്റ്റ് ആയാലും അതിന് ബാച്ച് നമ്പറൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കണം. പിന്നെ അധികം ബിഗിനേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, പ്രോഡക്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പം അതൊക്കെ അളവില്ലാതെ കണ്ണളവിൽ എത്ര ഒരു അളവും ഇതൊന്നും ഇല്ലാതെയാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൃത്യമായ പിന്നെ ഒരു അളവ് പാത്രത്തിൽ അളന്നിട്ടൊന്നല്ല ഉണ്ടാക്കുന്നത്. അത് മില്ലിയോ ഗ്രാമോ അതൊന്നുമില്ല, അത് ഒരു കണ്ണളവിലാണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും ഒരു ശരിയായ രീതിയല്ല, അതൊന്നും ശാസ്ത്രീയ രീതിയിലല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതിന് നിർബന്ധമാണ്. ഓരോ പ്രോഡക്റ്റും എത്ര തൂക്കമുണ്ട് എന്നൊക്കെ നമ്മൾ പിന്നെ തൂക്കി മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ അതൊക്കെ പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് നമ്മുടെ കസ്റ്റമറുടെ അടുത്തേക്ക് അത് അയക്കാവും. അതുപോലെ ഓരോ ബാച്ചിൻ്റെ റെക്കോർഡ് നമ്മൾ സൂക്ഷിക്കണം.
പിന്നെ ഓരോ ബാച്ചും ഇന്നൊക്കെയാണ് ഇതിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ഉണ്ടാക്കിയിട്ട് അത് സൂക്ഷിക്കണം. ഓരോ പ്രൊഡക്റ്റിൻ്റെയും pH നമ്മുടെ ഓരോ ബാച്ചിലും നമ്മൾ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് നമ്മൾ പിന്നെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കൃത്യമായ രീതിയിൽ ആ ബാച്ച് നമ്പറിൽ നമ്മൾ pH നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ നമ്മൾ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഒക്കെ നമ്മൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കണം ഈ റെക്കോർഡിൽ. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിൽ കസ്റ്റമർക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റിൽ നമ്മൾ എക്സ്പയറി ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റും നമ്മൾ നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. ഇപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിനൊരു പരാതി നമ്മുടെ കസ്റ്റമർ പറഞ്ഞു. അപ്പം നമ്മൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെക്കോർഡിക്കലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു റെക്കോർഡ് ഉണ്ട് അവിടെ. ആ റെക്കോർഡിൽ പോയിട്ട് ഇതിൻ്റെ ബാച്ച് നമ്പർ എത്രയാണ്, എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്, എപ്പോഴാണ് ഇവരെ കയ്യിൽ ഇതെത്തിയത്, എപ്പോഴാണ് ഇവിടെ തുറന്നത്, എവിടെയാണ് ഇവർ വെച്ചത് സൂക്ഷിച്ചത് എന്നുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ആ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തൊരു റഫറൽ നമ്മുടെ അടുത്ത് വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം ഓരോ പ്രൊഡക്റ്റിനെയും. അങ്ങനെ ഈ ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറുടെ അടുത്തൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അടുത്തേക്ക് കസ്റ്റമർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മാറും. അങ്ങനെ സ്കെയിലബിലിറ്റി നമുക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളൊരു ജെല്ലോ ക്രീമോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയോളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു ജെല്ലോ ക്രീമോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് അതിൻ്റെ റോ മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്തത്, ഏതൊക്കെ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചാണ് നമ്മളത് ഉണ്ടാക്കിയത്, ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഹൈജീന്, എങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ മാനുഫാക്ചറിങ്, ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് എത്ര അളവിലാണ് നമ്മളതിൽ അതിൽ നമ്മൾ ചേർത്തിട്ട് ആഡ് ചെയ്തിട്ടുള്ള കറക്റ്റ് മെഷർമെൻറ്റിലാണോ നമ്മളിത് തയ്യാറാക്കിയത്, അതുപോലെ തന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെയായിരുന്നു, ഇതൊക്കെ റെക്കോർഡിക്കലായിട്ട് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഒരു പ്രോഡക്റ്റ് വിൽക്കുക എന്നതിലപ്പുറം നമുക്ക് എപ്പോഴും ഒരു കസ്റ്റമറോടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളൊരു തീം നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം. അപ്പം നമ്മൾ നാച്ചുറലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ക്വാളിറ്റിയാണ് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് വീണ്ടും വീണ്ടും കസ്റ്റമറെ വരുത്തുന്നത്. അപ്പം കസ്റ്റമർക്ക് വേണ്ടത് ക്വാളിറ്റിയാണ്. അപ്പം ക്വാളിറ്റിയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഗ്രോത്തായിട്ട് നമ്മൾ മാറ്റാൻ പറ്റിയൊരു അസറ്റ്. നിങ്ങൾക്ക് ഈ ക്വാളിറ്റിയും ടെസ്റ്റിങ്ങും ഒക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. അപ്പം ക്വാളിറ്റിയൊക്കെ ഒരു നല്ലൊരു ക്വാളിറ്റി ടെസ്റ്റിങ്ങൊക്കെ ഒരു നല്ലൊരു ബിസിനസ് വളരാനുള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നമുക്ക് നല്ലത്. അതായിരിക്കും നമ്മളെ വളർച്ചയിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോക്ക് നമ്മൾ നമുക്ക് കാണാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് എഴുതിക്കോളുണ്ട്. ഞാനിപ്പം തുടങ്ങിയിട്ടുള്ളൂ എൻ്റെ ചാനൽ. അപ്പം നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ നിങ്ങളൊന്ന് സഹായിക്കണം. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല നല്ല കണ്ടൻറ്റുകൾ ഹെർബൽ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എനിക്കറിയാവുന്ന കണ്ടൻറ്റുകൾ എൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളും എന്നോടൊരു ചെറിയൊരു സഹകരണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്കും ഇതിലൊരു പ്രതികരണശേഷി, നിങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് എനിക്കും കൂടുതൽ അറിവുകൾ ഇതിലൂടെ പകർന്നു തരാമെന്ന് എനിക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പം താങ്ക് യു.